മോനെ ത്യാഗരാജ്, എന്നാടാ ഇത്? ഔഷധങ്ങളൊക്കെ ഇട്ട് തയ്യാറാക്കിയ ഒരു കഷായ കൂട്ട, കുടിക്ക. ശരീരത്തിലെ ഒടിവിനും ചതവിനും ഒക്കെ നല്ലതാ. എനിക്കൊന്നും വേണ്ട, ദയവായിട്ട് ഈ മുറി ഒന്ന് പോയി തരൂ. ചേട്ടന് കഷായം കുടിക്കാൻ പേടിയാ? ചേട്ടന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? മോളെ, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നല്ലേ, മനസ്സൊന്ന് ഇടിഞ്ഞു പോവും, സ്വാഭാവിക. നീ ഇത് കുടിച്ചേ. ആ മോനെ, ഇത് കുടിച്ചേ, കുടിക്കേ. ആ കുടിക്കേ. എന്തൊരു ഒന്ന് പോകുന്നുണ്ടോ? എന്താ ആന്റി, ത്യാഗരാജൻ ചേട്ടന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം പോലെ? ഞാൻ പറഞ്ഞില്ലേ, മനസ്സൊന്ന് പതറിപ്പോയതാ. ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന ആളിന്റെ പേരെന്തായിരുന്നു? മറന്നുപോയി. എസ്തപ്പാനോ? മുസ്തഫ എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എസ്തപ്പാൻ എന്ന് പറഞ്ഞത്? പെട്ടെന്ന് പേര് മറന്നുപോയതാ. അയ്യോ ത്യാഗരാജ, നമുക്ക് ഏതെങ്കിലും ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെയും കൂടി കാണിക്കാം. ഓർമ്മയൊന്നും ശരിയായിട്ട് നിൽക്കുന്നില്ലല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് പോയി തന്നാ മതി. പക്ഷെ ചേട്ടാ, കാര്യങ്ങൾ അറിയണ്ടേ? ഇന്നലെ ഏത് ആശുപത്രിയില്ല ചേട്ടനെ കൊണ്ടുപോയേ? ഭ്രാന്താശുപത്രിയില്. മോനെ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ. ഇടിച്ചിട്ട് പോയ വാഹനത്തെ കുറിച്ച് എന്തെങ്കിലും അറിയോ? നല്ല ഇൻഷുറൻസ് തുക കിട്ടും. അന്ന് വേണ്ട, വിട്ടേക്ക്. ഒരു കാര്യം ചെയ്യാം, ഒരു വാഹനം നിന്നെ ഇടിച്ച് നിർത്താതെ പോയിന്നും പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കാം. അന്നും വേണ്ട, അതൊക്കെ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നമാവുന്ന ചേട്ടൻ പറയുന്നേ? ത്യാഗരാജൻ ചേട്ടനെ രക്ഷിച്ച ആളെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. അയാളെ നീ കാണണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. ആ അത് നേരാ. എന്നാലും അയാള് നല്ല മനുഷ്യനാ, നന്മയുള്ള മനുഷ്യൻ.